ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട, ഒരച്ഛന് മകനോടുള്ള കരുതൽ, ആത്മബന്ധം, അത് പുറത്തു കാട്ടാനുള്ള അച്ഛന്റെ അവസരം, അത് നീ വിലക്കരുത്. ചായ എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഇങ്ങോട്ടുണ്ടോ? ഓ, എത്തി. ആരാ? നിന്റെ മോനും ആ വൃത്തികെട്ടവളും പിന്നെ ആ കുരുപ്പും. മോളെ, വർഷമോളെ കുറിച്ച് എന്തെങ്കിലും? ഇല്ലമ്മേ. മോള് വിഷമിക്കണ്ട. വർഷയ്ക്കൊന്നും പറ്റില്ല. അവള് തിരിച്ചു വരും. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ട ദിയമോൾക്ക് വിഷമാവില്ലേ? ദിയമോളെ സങ്കടപ്പെടുത്താതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം കൂടെയല്ലേ? ദിയമോളെ അനാഥയാക്കിയത് ഞാനാ. ദിയമോളുടെ അച്ഛൻ രാജീവ് മേനോനെ കൊന്നത് ഞാനാണെന്ന സത്യം എനിക്ക് മന്ത്രിയോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? അത് ഞാൻ സത്യം പറയാൻ. സത്യം പറഞ്ഞാ നിനക്കും വേദന ഉണ്ടാക്കുന്നതാണ് നടന്നതെന്നറിയാം. കാണാതെ പോയ വന്ദനയുടെ അനിയത്തി നിന്റെ അനിയത്തിയാണല്ലോ. അച്ഛാ, അതല്ല. അറിയാം. അവളെ കണ്ടുപിടിക്കേണ്ട ചുമതല നിനക്കും കൂടി ഉള്ളതാണല്ലോ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല അച്ഛാ, മോള് വാ, എന്തെങ്കിലും കഴിക്കാം. ഒരുത്തിയെ കാണാതെ പോയത് വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ, സർക്കിട്ട് പോയപ്പോഴല്ലേ. കാലണക്ക് ഗതിയില്ലെങ്കിൽ എന്താ? യോ, ചുറ്റിക്കറക്കത്തിന് കുറവൊന്നുമില്ല. നാത്തൂനെ, വന്ദന വർഷ കാണാതായതിൽ ആകെ തളർന്നു നിൽക്കുക. അതിനിടയിലൊരു അയ്യോ, അങ്ങനെ തളർന്നു പോകാൻ അവള് ചത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതേടി, വർഷ ഇവളുടെ അനിയത്തിയല്ലേ, അവൾ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. അല്ല, ഉല്ലാസത്തിന് പോയ സ്ഥലത്ത് പഴയ വല്ല രഹസ്യക്കാരനോടും വരാൻ പറഞ്ഞു കാണും. എന്നിട്ട് താലി കെട്ടിയവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയുണ്ട് ഒരു ജന്മം. കഷ്ടം. ഇനി നാവിട്ടടിച്ച ഞാൻ എന്നെ തന്നെ മറന്നുപോകും. വാ മോളെ, നടക്ക്. വാ. സുമലതയും വാലു പൊക്കി തുടങ്ങി. ആദ്യം ഒതുക്കേണ്ട ഇവളെയാ. ഈ സമയത്ത് ആ വിദ്യ ഇവിടെ ഇല്ലാതായി പോയല്ലോ.
രാജീവിന്റെ മരണരഹസ്യം എങ്ങാനും നീ വന്ദനോട് പറഞ്ഞു മോനെ? ഇല്ലച്ച, അത് തുറന്നു പറയാൻ കഴിയാത്ത വീർപ്പ് കൊണ്ടല്ല ഞാൻ. വന്ദനയുടെയും ദീമോളുടെയും മുമ്പിൽ ഒരു മാതൃകാ ഗൃഹനാഥന്റെ മുഖംമൂടി അണിഞ്ഞ് ആടിക്കൊണ്ടിരിക്കുക ഞാൻ. അച്ഛൻ ഏതോ ദൂരയാത്ര പോയിരിക്കുക, തിരിച്ചു വരുമെന്ന് ദീമോള് പറയുമ്പോൾ ചങ്ക് പൊടിയുന്ന അനുഭവം എനിക്ക്. ഒരു പിഞ്ചു മനസ്സിനെ ചതിക്കുന്നത് മഹാപാവമല്ല അച്ഛ. ചതിച്ചു വഞ്ചിക്കുകയല്ല, നീ അവളെ പട്ടിണി അറിയിക്കാതെ ഒരു രാജകുമാരിയെ പോലെ പോറ്റി വളർത്തുക ചെയ്യുന്നത്. അതിന് ചിലപ്പോ ചില കള്ളങ്ങളും അഭിനയവും ഒക്കെ വേണ്ടി വന്നേക്കും. അങ്ങനെ ആകാമെന്ന് പഴമക്കാര് പറയുന്നുണ്ട്. അതൊന്നും പാപമല്ല മോനെ. ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ ഒരിക്കലും അവരോട് വെളിപ്പെടുത്തരുത്. ജീവിതാന്ത്യം വരെ രാജീവിന്റെ മരണരഹസ്യം വന്ദനയോ ദിയമോളോ അറിയരുത്. ഇവിടെ നിന്റെ കയ്യിൽ വിലങ്ങ് വീഴാതിരിക്കുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു കഴിഞ്ഞു. അച്ഛ, അതാണ് എനിക്കറിയേണ്ടത്. എന്ത് കരിക്കൾ അച്ഛൻ നീക്കിയിട്ടുള്ളത്? ഏത് നിരപരാധിയാണ് അച്ഛൻ എനിക്ക് വേണ്ടി വിലയടക്കിയിട്ടുള്ളത്? എനിക്കത് അറിയണം. അത് ചോദിക്കരുത്, അത് മാത്രം ചോദിക്കരുത്. ചില കാര്യങ്ങൾ ഒരിക്കലും അറിയാൻ ശ്രമിക്കരുത്. എല്ലാം നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാ, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. അങ്ങനെ കരുത്. വേണ്ട. ഒരച്ഛന് മകനോടുള്ള കരുതൽ, ആത്മബന്ധം, അത് പുറത്തു കാട്ടാനുള്ള അച്ഛന്റെ അവസരം, അത് നീ വിലക്കരുത് മോനെ. എന്നും നന്മയേ ഉണ്ടാകൂ. അതേ എന്നും ഉണ്ടാകാൻ പാടുള്ളൂ. കൊട്ടാ